രേണുസുതി ബിഗ് ബോസിൽ എത്തുമെന്നും കപ്പുമായി മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നുമൊക്കെ എന്നോ പ്രേക്ഷകരെല്ലാം തീരുമാനിച്ച കാര്യമാണ്. ദിവസവും 50,000 രൂപ ലഭിക്കുന്നതിനാൽ തന്നെ മിനിമം അവസാന ആഴ്ച വരെയെങ്കിലും രേണു പിടിച്ചു നിൽക്കുമെന്നും കരുതിയതാണ്. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രേണു ഈ ആഴ്ച തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാണ് കേട്ടത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയകരമായ 2ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യ ആഴ്ചയിൽ മുൻഷി രഞ്ജിത്ത് മാത്രമാണ് പുറത്തേക്ക് പോയതെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് പതിവ് എവിക്ഷൻ നോമിനേഷന് പുറമെ ഈ ആഴ്ചയിൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ 2 പേരെ കൂടി പുറത്താക്കുമെന്ന് ബിഗ് ബോസ് വ്യക്തമാക്കി എന്നതാണ്. അഭിലാഷ് ഒഴികെയുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ എവിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മുൻ സീസണുകളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ ടാസ്കുകളും രീതികളുമായി ബിഗ് ബോസ് സീസൺ 7 പറയാതെ വയ്യ. എല്ലാവർക്കും സ്വന്തം ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും അടക്കമുള്ള പല വസ്തുക്കളും ഇതുവരെയും നൽകിയിട്ടില്ല. അതിനിടയിൽ ജിസേൽ അടക്കമുള്ള ചില താരങ്ങൾ ബിഗ് ബോസിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് പല സാധനങ്ങളും ഒളിച്ചു വെച്ച് ഉപയോഗിക്കുന്നുമുണ്ട്. മോഹൻലാൽ പറഞ്ഞിട്ട് പോലും നിയമങ്ങൾ ലംഘിക്കുന്ന ജിസേലിനെ പുറത്താക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധിയാണ്. അതോടൊപ്പം തന്നെ ചില മത്സരാർത്ഥികളെ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഷാനവാസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കോൾ വരികയും അത് പ്രേക്ഷകർക്ക് മുൻപിൽ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ താനിപ്പോൾ ഓക്കെ ആണെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും വ്യക്തമായ ഷാനവാസ് മത്സരത്തിൽ തുടരുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന മറ്റൊരു താരം രേണുസുതിയാണ്. തുടക്കത്തിൽ തന്നെ തലവേദന അടക്കമുള്ള പ്രശ്നങ്ങൾ രേണുവിനുണ്ട്. ഇത് അവരുടെ മത്സരത്തെയും സാരമായി തന്നെ ബാധിക്കുന്നു എന്ന് വേണം പറയാൻ. തനിക്ക് വയ്യ, ആരോഗ്യം തീരെ ശരിയല്ല, വീട്ടിൽ പോയാൽ മതിയെന്നായി എന്ന് കഴിഞ്ഞ ദിവസം രേണുസുതി തുറന്നു പറയുകയും ചെയ്തു. ഇതോടുകൂടി രേണുസുതി ഈ ആഴ്ച തന്നെ ബിഗ് ബോസിന് പുറത്തേക്ക് എത്തുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ശക്തമാണ്. മാത്രമല്ല ബിഗ് ബോസിന് പുറത്ത് നിരവധി കണ്ടന്റുകൾ നൽകുന്ന വ്യക്തിയാണെങ്കിലും ബിഗ് ബോസിൽ രേണുസുതിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചത്ര മികച്ച പ്രകടനം ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത് ബിഗ് ബോസിനെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ 2 കാരണങ്ങളാൽ തന്നെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാൻ ഏറ്റവും അർഹതയുള്ള താരം രേണുവാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ശക്തമാണ്. നല്ല രീതിയിൽ തന്നെ മത്സരാർത്ഥികളുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കുന്ന മെഡിക്കൽ ടീമാണ് ബിഗ് ബോസിനുള്ളത്. എന്നിട്ടും രേണുവിന് ആരോഗ്യം ശരിയാവുന്നില്ലെങ്കിൽ അവസാന വഴി രേണുവിനെ പുറത്താക്കുക എന്നത് തന്നെയാണ്. വലിയ ഹൈപ്പിലാണ് രേണു ബിഗ് ബോസിലേക്ക് എത്തിയതെങ്കിലും അവർ മത്സരത്തെ വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി എടുത്തിട്ടില്ല എന്ന വിമർശനം ശക്തമാണ്. ടാസ്കുകൾ ഒന്നിലും രേണുവിന്റെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം ഉണ്ടായിട്ടില്ല. അനീഷ്, ഒനിയൻ, രേണുസുതി, സരിക, റെന, ഷാരിക എന്നീ 6 പേരിൽ നിന്ന് 2 പേരായിരിക്കും മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോവുക. ആരാണ് പുറത്തേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിക്കുക പ്രത്യേക ടാസ്കിലൂടെ ആയിരിക്കുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഇതിനിടയിൽ ഒരു പാവം കലാകാരനെ വിറ്റു തിന്നുന്നതിന് രേണുവിന് ദൈവം കൊടുത്ത പണിയാണ് ഇതെന്നും ആരോപണങ്ങളുണ്ട്. എന്തായാലും രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് വേണം പറയാൻ. കാതുകുത്തിയവൻ പോയാൽ കമ്മലിട്ടവൻ വരും, അത്ര തന്നെ.